മിക്സ് തിന്നാൻ നോക്കാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ് കേട്ടോ. അട്ടപ്പാടിയിലുള്ള പെയിൻറ്റിങ്സ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അഞ്ചു വന്നിട്ടുണ്ടായിരുന്നു. അഞ്ചു അപ്പം കൂടെ വന്നപ്പോൾ നമുക്ക് അട്ടപ്പാടി വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും അട്ടപ്പാടിയിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. കുറച്ചധികം ദൂരം ഇതേ റോഡ് തന്നെയാണ്. പൊടിയായിട്ടും മണ്ണായിട്ടും നമുക്ക് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്നിൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവരായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഈ നാട്ടിൽ നിന്നും നമ്മൾ അട്ടപ്പാടി ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറുമ്പോണ്ടല്ലോ, ആ കാലാവസ്ഥയുടെ വ്യത്യാസം പെട്ടെന്ന് അറിയാൻ കഴിയും കേട്ടോ. നല്ല ചൂടത്ത് നിന്ന് നമ്മൾ ആ ചുരട് കയറാൻ തുടങ്ങുമ്പോഴേക്ക് നല്ലൊരു കാലാവസ്ഥയാവും കേട്ടോ. അപ്പോൾ പിന്നെ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ കേട്ടോ. അട്ടപ്പാടിയിലേക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ ഈ നാട്ടിൻ പോലത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാന്ന് പറയില്ലേ, മലനിരകളും പുഴകളും വലിയ വലിയ മരങ്ങളും പിന്നെ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാട്ടോ. അപ്പോൾ ഇതാ പോണ വഴിക്കുള്ള ഓരോ കാഴ്ചകളാണിത്. അപ്പോൾ അതാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ 10ാം വളവ് ഭാഗത്തായിട്ടാണ് അങ്ങനെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എമിത്ത് അട്ടപ്പാടിയിട്ട് അടിപൊളി പെയിൻറ്റിങ്സാണ്. കുറേ പേര് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന ടൈം എന്ന് പറയുന്നത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരുടെ ശല്യം അതിരൂക്ഷമാണ് കേട്ടോ. കേസ് ഒന്നും വെക്കാൻ പറ്റില്ല, ഒക്കെ അവർ തട്ടിയെടുത്ത് കൊണ്ടുപോകും. നമ്മൾ വണ്ടിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയിൽ വന്ന് കയറിയിരിക്കുക അങ്ങനെ ഉണ്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം തട്ടിയെടുത്ത് പോകട്ടോ. അപ്പം ഞങ്ങളെ വണ്ടിയിൽ അതിസാഹസികമായിട്ട് കുരങ്ങനെടുത്ത് കൊണ്ടുപോയിട്ടോ. അത് ദയനീയമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൂൻ്റെ രംഗങ്ങളാണ്. അത് കഴിഞ്ഞാൽ നേരെ നെല്ലിക്കയും ഉപ്പിലിട്ട മാങ്ങയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ചെറിയൊരു വണ്ടിയിൽ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചു. പിന്നെ അധികം മുകളിലേക്കും ഞങ്ങൾ പോയില്ല. പിന്നെ വൈകുന്നേരം ആവാൻ തുടങ്ങിയപ്പോഴേക്കും കുറേ ആളുകളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഞങ്ങൾ വന്ന ടൈമിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ടൈമിൽ വന്നല്ലേ. പിന്നെ നൈറ്റിലായിരിക്കും ഒന്നുകൂടി ഇവിടെ ഭംഗി ഉണ്ടാവുക, അധികം ആൾക്കാരും കൂടുകയൊക്കെ ചെയ്യാം. അപ്പോഴേക്കും ഞങ്ങൾ നേരെ ഇറങ്ങാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ. എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇജ്ജ് വളർന്നു വരുമ്പോ ഞാനും സബ്സ്ക്രൈബ് ചെയ്യൂല കേട്ടോ. ഇതിലൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോ കൊരങ്ങനെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പൊ ഇനി കൊണ്ടോണേ.
ഒറിജിനൽ ഇതാ കണ്ണട വെച്ചോ കൊരങ്ങ്. 144p. അപ്പോൾ നമ്മുടെ 10ാം വളവിലെ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങളും പോന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന് പെയിൻറ്റിങ്സൊക്കെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ